അമ്മ സംഘടനയെ വിമർശിച്ചായിരുന്നു മുൻ മന്ത്രി പി.കെ. ശ്രീമതിയുടെ പ്രതികരണം. അമ്മ സംഘടന ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? സംഘടനയുടെ മുൻനിര ഭാരവാഹികളിൽ സ്ത്രീകളില്ല. ആരോപണ വിധേയന്റെ പേര് പുറത്തു വന്നാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ. തന്റെ ഇടത്തോടെ വനിതകൾ പേര് പരാതിയായി നൽകണം. സിനിമയിൽ സ്ത്രീകളോട് അടിമത്ത മനോഭാവമാണുള്ളത്. റിപ്പോർട്ട് ഗൗരവത്തോടെ കണ്ട് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പി.കെ. ശ്രീമതി ആവശ്യപ്പെട്ടു. കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ശീലം കഴിഞ്ഞ 8 കൊല്ലത്തിലേറെയായി ഞാൻ കേരളത്തിൽ കാണുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, UP പോലെയല്ല കേരളം. പക്ഷേ ഒരു പരാതി കൊടുക്കാൻ ഒരാൾ പോകാതിരുന്നാൽ, പേരില്ലാതിരുന്നാൽ പിന്നെ വായുവിൽ നിന്നൊരു പേരെടുക്കാൻ പറ്റൂല. അത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സിനിമാ രംഗത്തുള്ള പെൺകുട്ടികളോട് തൻ്റെ ഇടത്തോടുകൂടി അവരനുഭവിച്ച വേദന വളരെ രഹസ്യമായിട്ട് കൊടുത്താൽ മതി. അതെല്ലാം പിന്നീട് അന്വേഷണം നടന്നോളും. അവർ കൊടുക്കണം, പരാതി കൊടുക്കണം. സിനിമാ രംഗത്തുള്ളവർ ഒരുപാട് തെറ്റുതിരുത്താനുണ്ട്. ഈ മേധാവിത്വം, പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു മേഖലയാണത്. അത് അവസാനിപ്പിക്കണമെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു സിനിമയുണ്ടോ? സ്ത്രീകളില്ലാത്ത ഒരു സിനിമയുണ്ടോ? പക്ഷെ എന്തിനാണ് അവരൊരു 2ാം കിടക്കാരാക്കുന്നത്? അവരൊരു ഈക്വലായിട്ട് കണക്കാക്കുന്നതിൽ എന്താ തെറ്റ്? അത് ഇല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം.